ഹായ്. പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും ചോറൊക്കെ കഴിച്ചോ? പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നതേ ഉള്ളു. ചോറ് കഴിക്കാൻ പോകുന്നതേ ഉള്ളു. ഇന്നത്തെ കറി എന്തുവെന്നറിയാവോ? കണ്ണൻ കൊഴിയാളെ 100 രൂപയ്ക്ക് മേടിച്ച് 50 രൂപയ്ക്ക് ചാള മേടിച്ച്, പിന്നെ ചെമ്പരത്തി രസം. ചെമ്പരത്തി രസം ഒഴിച്ച് കാണിക്കാം. ചെമ്പരത്തി രസം. പിന്നെ ഇവിടെ മീനിനൊക്കെ നല്ല ലാഭം കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലല്ല. എൻ്റെ നാട് കായംകുളം. അവിടെ നിന്ന് വെച്ചാൽ തൂക്കിയാണ് കൊടുക്കുന്ന മീനൊക്കെ, കിലോ കണക്കിന്. പിന്നെ നല്ല പച്ച മീൻ കിട്ടും അവിടെ. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഇതൊക്കെയാണ് ആഹാരം. പിന്നെ രാവിലത്തെ ആഹാരത്തിൻ്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. രാവിലെ എന്നും ചിലപ്പം ചില ദിവസവും പിന്നെ ചപ്പാത്തി അല്ലെങ്കിൽ ഇഡ്ഡലി ദോശ അല്ലെ എന്തെങ്കിലുമൊക്കെ. ഇന്നെന്ന് വെച്ചാൽ പിന്നെ റേഷൻ കടയിൽ ഇന്നലെ റേഷൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അന്നേരം ഗോതമ്പ് പൊടി 3 കവർ ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് കഴിഞ്ഞ മാസത്തെ ഇരിപ്പം ഉണ്ടായിരുന്നു 2 കവർ. അന്നേരം ഞാൻ ഓർത്ത് ഇത്രയും ഗോതമ്പ് പൊടിയൊക്കെ ഇരിക്കുന്നെന്ന് ഓർത്ത് ഞാൻ പിന്നെ ഗോതമ്പ് പൊടി കലക്കി ദോശ ചുട്ടിട്ട് ശർക്കരയും തേങ്ങയും കൂടെ വെച്ച് മടക്കിയെടുത്ത്. അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചുമക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ തിന്നും അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. അങ്ങനെ എല്ലാവരും ഇന്ന് അതാണ് കഴിച്ചത്. പിന്നെ ഞാനും ഒരെണ്ണം അതിലെ കഴിച്ച്. പിന്നെ അത് കഴിഞ്ഞ് 10 മണിയായപ്പം ചേട്ടൻ ജോലിയും കഴിഞ്ഞ് വന്നായിരുന്നു. ജോലിയും കഴിഞ്ഞ് വന്ന് പിന്നെ ചീനി അവിച്ച് കൊടുത്ത്, കാന്താരി മുളകും പുളിയും ഉപ്പും കൊച്ചുള്ളി എല്ലാം കൂടെ ചതച്ച് ചീനി അവിച്ച് കൊടുത്തായിരുന്നു. അത് കഴിച്ചുകൊണ്ട് പോയി. ഇവിടെ അടുത്താണ് പണി. പിന്നെ ഇതൊക്കെ തന്നെ ഇവിടുത്തെ വീട്ടിലെ ആഹാരങ്ങളൊക്കെ. പിന്നെ കൊച്ചുമോൻ ഇന്ന് രാവിലെ 10 മണി തൊട്ടായിരുന്നു ട്യൂഷന്. അവൻ പോയിട്ട് ഉച്ചയായപ്പം വന്ന്, 12 മണിയൊക്കെ ആയപ്പം വന്ന്. പിന്നെ കൊച്ചുമോൾ ഇന്ന് അംഗനവാടിയിൽ പോയി. മോളും പോയിട്ട് വന്ന്. ഇന്ന് കൊച്ചുമോൾക്ക് ട്യൂഷനൊന്നും ഇല്ല. അക്ഷരം പഠിപ്പിക്കാൻ വിടുന്നതുകൊണ്ടേ ഇന്ന് ചെല്ലണ്ടെന്ന് പറഞ്ഞ്. പിന്നെ മോള് നാളെ അവിടെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഗർഭിണിയാണ്. നാളെ 8 മണിയാകുമ്പോൾ ഇവിടുന്ന് പോവും. പിന്നെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നല്ല സുഖമായിട്ടിരിപ്പുണ്ട്. കുഴപ്പമൊന്നും ഇല്ല എനിക്ക്. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? എല്ലാവരുടെ അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ? ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. എന്തോ പറയാൻ, എന്നും ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത്. നോക്കട്ടെ, വേറെ എന്തെങ്കിലും ഇടാനൊക്കുമെങ്കിൽ നമുക്ക് ഇടാം. അല്ലാതെ എന്തോ പറയാനോ എന്ത് ചെയ്തിടാനാ? എനിക്കതിനുള്ള അത്രയുള്ള ഇതൊന്നും ഇല്ല, കഴിവൊന്നും ഇല്ല. അറിയാവുന്ന പോലെയൊക്കെ ചെയ്തിടുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ ശരി, ടാറ്റാ.